MEC-7 പരിപാടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. MEC-7 പരിപാടി ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട് മലബാറിൽ വ്യാപകമായിട്ട് നടക്കുന്നതാണ്. മലപ്പുറത്തും വയനാട്ടിലും സജീവമായ MEC-7 ശാരീരിക കായിക ക്യാമ്പുകൾക്കെതിരെ മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷണം. മുൻപ് കാശ്മീരിൽ ലോക്കൽ ഡിഫൻസ് എന്ന പേരിൽ സമാനമായ പരിശീലന ക്യാമ്പുകൾ നടത്തി സൈന്യത്തെയും പോലീസിനെയും ആക്രമിച്ചിരുന്നു എന്നതാണ് ആശങ്ക ഉയർത്താൻ കാരണം. റിപ്പോർട്ടിലേക്ക്. MEC-7 പരിപാടി മിലിറ്ററി ഇന്റലിജൻസ് അന്വേഷിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വരുന്നത്. ഇപ്പോൾ MEC-7 പരിപാടിയുമായി ബന്ധപ്പെട്ട് മലബാറിൽ വലിയ തോതിലുള്ള വിവാദങ്ങളും പ്രചാരണവും നടക്കുകയാണ്. MEC-7 പരിപാടിയെ ആദ്യം CPM തള്ളിപ്പറഞ്ഞിരുന്നു. MEC-7 എന്ന പേരിൽ വലിയ തോതിലുള്ള എക്സസൈസ് ക്യാമ്പുകൾ, ശാരീരിക എക്സസൈസ് ക്യാമ്പുകൾ നടത്തുകയായിരുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിനെതിരായിട്ട് വലിയ ഒരു വിമർശനവും പ്രതിഷേധവും ഉയർന്നിരുന്നു. CPM-ന്റെ സമുന്നത നേതാവായിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ CPM തന്നെ നിലപാട് മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MEC-7 പരിപാടി ഉദ്ഘാടനം ചെയ്ത് VK ശ്രീകണ്ഠൻ MP ഇത് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് പുതിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. MEC-7 പരിപാടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ മിലിറ്ററി ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. മിലിറ്ററി ഇന്റലിജൻസ് അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ മിലിറ്ററിയിൽ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ സൈനികരോ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് വിരമിച്ചവരോ ഇത്തരത്തിലുള്ള പ്രത്യേക വിഭാഗത്തിന് പരിശീലനം കൊടുക്കുവാനോ പ്രത്യേക ഒരു എക്സസൈസ് ശാരീരിക അഭ്യാസ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാനോ പാടില്ലാത്തതാണ്. ഇത്തരം വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുന്നതിൽ നിയന്ത്രണങ്ങളും നിരോധനവുമുണ്ട്. ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മിലിറ്ററിയിൽ നിന്നും പിരിഞ്ഞു വന്നിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൽ നിന്നും വിവിധ സുരക്ഷാ സൈന്യങ്ങളിൽ നിന്നും പിരിഞ്ഞു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് MEC എക്സസൈസ് പരിപാടി നടത്തുന്നത്. ലോക്കൽ ഡിഫൻസ് യൂണിറ്റ് എന്നാണ് ഇതിനെ ഇത്തരക്കാർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ അപകടകരമായിട്ടുള്ള ഇത്തരം പരിപാടികളുടെ അപകടകരമായിട്ടുള്ള മറ്റൊരു വശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കുകയും അത് സൈന്യത്തിനെതിരെ തിരിഞ്ഞുകൊത്തുകയും രാജ്യത്തിനെതിരെയും രാജ്യത്തിൻ്റെ സുരക്ഷാ പോലീസിനെതിരെയും തിരിഞ്ഞുകൊത്തുകയും ചെയ്തിരുന്നു. ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും പോലീസിൽ നിന്ന് സുരക്ഷാ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും ജനങ്ങളെ സംഘടിപ്പിച്ച് MEC-7 മോഡൽ പരിപാടി നടത്തി ശാരീരിക എക്സസൈസും അതുപോലെ ലോക്കൽ ഡിഫൻസ് യൂണിറ്റും അവിടെ ഉണ്ടാക്കിയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സൈനികരോ പോലീസോ ജമ്മു കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോഴോ അവിടെ ഒരു റിസേർച്ചോ അല്ലെങ്കിൽ പ്രതികളെ രാജ്യവിരുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ പ്രതിരോധിക്കുക, സൈന്യത്തെ പ്രതിരോധിക്കുക, അതിനു വേണ്ടിയിട്ട് ഈ ലോക്കൽ ഡിഫൻസ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റും മിലിറ്ററി സംവിധാനവും പട്ടാളത്തിൽ നിന്നും പോലീസിൽ നിന്നും സുരക്ഷാ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു വരുന്ന ആരും ഉദ്യോഗസ്ഥരും മറ്റാരും ഇത്തരത്തിലുള്ള ലോക്കൽ ഡിഫൻസ് സംവിധാനമോ പരിശീലന പരിപാടിയോ ഉണ്ടാക്കരുത്. ഇത്തരത്തിൽ സൈന്യത്തിൽ നിന്നും സേനയിൽ നിന്നും വിരമിച്ചു വരുന്നവർ അവിടെ കിട്ടിയ പരിശീലനം ഉപയോഗിച്ച് അവിടെ കിട്ടിയ അവരുടെ ശാരീരിക മികവിനെ വളർത്തിയെടുക്കുവാനുള്ള ചിട്ടകൾ സ്വകാര്യമായിട്ട് അവിടെ പരിശീലിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവിടെ നിന്നും വിരമിച്ചതിന് ശേഷം അവരുടെ ലോക്കൽ യൂണിറ്റിൽ രൂപീകരിച്ച് അവിടെ ജനങ്ങളെ പരിശീലിപ്പിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ളവരെ ഒരു വിഭാഗം ആളുകളെ പരിശീലിപ്പിക്കുന്നു. അതാണ് അപകടകരമായിട്ട് മിലിറ്ററി ഇന്റലിജൻസും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. MEC-7 പരിപാടി ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട് മലബാറിൽ വ്യാപകമായിട്ട് നടക്കുന്നതാണ്. എന്താണ് MEC-7 പരിപാടി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു MEC-7 കൂട്ടായ്മയാണ്. ആരൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗം എന്നറിയേണ്ടതുണ്ട്. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്നും സ്വയം വിരമിച്ചവർ, പ്രായം ചെന്ന് വിരമിച്ചവർ, ഇത്തരക്കാർ മലപ്പുറം ഭാഗത്തെ പ്രധാനമായിട്ട് കൊണ്ടോട്ടി തുറക്കിൽ P. സലാഹുദ്ദീൻ്റെ നേതൃത്വത്തിൽ തുടക്കമിട്ട ഒരു പ്രസ്ഥാനമാണ് MEC-7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. സ്വന്തം നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാൻ എന്നുള്ള വ്യായാമ മുറകളാണ്
നടത്തുന്നതെന്നാണ് സലാഹുദ്ദീന്റെ വാദം. മാത്രമല്ല 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച് മെക്ക് 7 മലബാറിൽ വിവിധ ഭാഗങ്ങളിൽ അത് വലിയ ഒരു വിഭാഗമായിട്ട് വളർന്നു. അത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെട്ടു. ശരീരത്തിനും മനസ്സിനും യൗവനം നൽകുക മെക്ക് 7 എന്നുള്ള പ്രത്യേക എക്സസൈസ് പരിപാടി, പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മിലിറ്ററിയിൽ നിന്നും പോലീസിൽ നിന്നും മുമ്പ് പറഞ്ഞ പോലെ വിരമിച്ചവരാണ്. ഇത്തരക്കാർ അവരുടെ പോലീസിലും മിലിറ്ററിയിലും കിട്ടിയ അവരുടെ അനുഭവങ്ങളും ശാരീരിക പരിശീലനങ്ങളും സ്വകാര്യമായിട്ട് രൂപീകരിക്കുന്ന ഇത്തരം ക്യാമ്പുകളിൽ ഷെയർ ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് മെക്ക് 7 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു സംശയത്തിനും മറ്റും കാരണമായി. മെക്ക് 7 കേരളത്തിലും മലപ്പുറത്തും നടപ്പാക്കുന്നത് ഒരുപക്ഷെ ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയാകാം. ശാരീരിക ക്ഷമത കൂട്ടുവാനും അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റുവാനുമാണ്. പക്ഷേ ഇന്റലിജൻസ് സംവിധാനവും മിലിറ്ററി സംവിധാനവും ചൂണ്ടിക്കാട്ടുന്നത്, മിലിറ്ററി ഇന്റലിജൻസും ചൂണ്ടിക്കാട്ടുന്നത് ജമ്മു കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഒരു പരിശീലനം മുമ്പ് നടന്നിട്ടുണ്ട്. സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നും വിരമിച്ചവർ അവിടെ പ്രാദേശികമായി ലോക്കൽ ഡിഫൻസ് യൂണിറ്റ് രഹസ്യമായിട്ട് ഉണ്ടാക്കുകയായിരുന്നു. സൈന്യത്തിന്റെ സൈനിക മികവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരം പരിശീലനം ജനങ്ങൾക്ക് അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് അവരെ പരിശീലിപ്പിച്ച് അത് പിന്നീട് സൈന്യത്തിനും പോലീസിനുമെതിരായിട്ട് ജമ്മു കാശ്മീരിൽ ഉപയോഗിച്ചു. അതിന്റെ ഒരു പ്രതിഫലനമാണോ അല്ലെങ്കിൽ അത്തരം രീതിയിലാണോ കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങൾ? ഇത് സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വിരമിച്ച സൈനികരും മറ്റും ഇത്തരം രീതിയിലുള്ള സ്വകാര്യ യൂണിറ്റുകളും പരിശീലന കേന്ദ്രങ്ങളും നടത്തി ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകളെ ലോക്കൽ യൂണിറ്റ് ഡിഫൻസ് യൂണിറ്റ് ആയിട്ട് പരിശീലിപ്പിക്കുന്നുണ്ടോ? അതിന്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആവശ്യമുന്നയി വരുന്നത്? ഇതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ ഒരു മറുവശം പരിശോധിക്കുകയാണെങ്കിൽ മുമ്പ് കേരളത്തിൽ NDF, പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നിരോധിത സംഘടനകൾ പരിശീലന ക്യാമ്പുകൾ നടത്തുകയും പട്ടാള വേഷത്തിൽ യൂണിഫോമും മറ്റും ഉപയോഗിച്ച് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ മാർച്ചുകളും പരേഡുകളും ഒക്കെ നടത്തിയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സൈനിക മോഡലിൽ, പട്ടാള മോഡലിലുള്ള പരിശീലനവും ഓപ്പറേഷനുകളും ആയിരുന്നു. ഇത്തരം രീതിയിൽ ആളുകളെ പരിശീലിപ്പിക്കുകയും വലിയ നിയമവിരുദ്ധ പ്രവർത്തനത്തിനും രാജ്യത്തെ വെല്ലുവിളിക്കുവാനും ഇതര മതത്തിൽപ്പെട്ട ആളുകളെയും ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പരസ്യമായിട്ട് ഇത്തരം സൈനിക സംവിധാനത്തിന്റെ മോഡലിൽ ഒരു പ്രത്യേക യൂണിറ്റ് തീർത്ത് പരിശീലനം തീർത്ത് അവിടെ ആളുകളെ വധിക്കുവാനും കൊന്നെടുക്കുവാനും പ്രത്യേക മതരാഷ്ട്രം ഉണ്ടാക്കുവാനും പോപ്പുലർ ഫ്രണ്ട് പ്ലാൻ ചെയ്തിരുന്നു. അതും ഇത്തരം രീതിയിലുള്ള ആയുധ ശാരീരിക സൈനിക പരിശീലനത്തിൽ നിന്ന് ആണ് ഇത്തരത്തിലുള്ള ഒരു ആശയം തന്നെ അല്ലെങ്കിൽ അതിന്റെ കരുത്ത് പുറത്തു വന്നത്. ഇത്തരം രീതിയിൽ പോപ്പുലർ ഫ്രണ്ടും NDFും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ, നിരോധിത പ്രസ്ഥാനങ്ങൾ സൈനിക പരിശീലനം അല്ലെങ്കിൽ അവരുടെ കായിക പരിശീലനം ഉപയോഗിച്ച് വലിയ തോതിൽ ആളുകളെ സംഘടിപ്പിക്കുകയും അത്തരം പരിശീലനങ്ങളിൽ ഉൾക്കൊണ്ടവർ വലിയ തോതിൽ മറ്റു വിഭാഗക്കാരെ കൊലപ്പെടുത്തുകയും മറ്റു വിഭാഗക്കാരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുകയും സമൂഹത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതടക്കം ഇത്തരം രീതിയിൽ മികച്ച ശാരീരിക സൈനിക പരിശീലനം കിട്ടിയ ആളുകളായിരുന്നു. ഒരു ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ട രീതിയിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പരിശീലനം ലഭിച്ചവരാണ്. പാലക്കാടും അതുപോലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതും കണ്ണൂരിലടക്കം വിവിധ രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാക്കിയത്. അത്തരം രീതിയിൽ പഴയ പോപ്പുലർ ഫ്രണ്ടിന്റെയും NDFിന്റെയും കാലഘട്ടത്തെ ഒരു ഭീകരവാദികളുടെ സൈനിക മോഡലിലുള്ള പരിശീലന കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണോ? പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഇത്തരം ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഒരു പുനർജന്മം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണോ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ എന്നത് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. പക്ഷേ ഒരിക്കലും ഇത്തരക്കാരെ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. പൊന്നുപോലുള്ള ആളുകളായിട്ട് ഇവരൊക്കെ വരട്ടെ എന്നാണ് നമ്മളുടെയും ആഗ്രഹം. അതായത് ആരോപണത്തിൽ നിന്ന് പുറത്തു വരട്ടെ, അഗ്നിശുദ്ധി വരുത്തട്ടെ, ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും അസുഖങ്ങൾ മാറ്റുവാനുമുള്ള എക്സസൈസ് മാത്രമാണ്. പക്ഷേ അതൊക്കെ അവിടെയൊക്കെ ചോദിക്കുമ്പോൾ എന്തിനാണ് സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നുമൊക്കെ വിരമിച്ചവർ തന്നെ ഇതിന് പരിശീലനം കൊടുക്കുന്നത്? സൈന്യത്തിൽ പരിശീലിച്ച ശാരീരിക മുറകൾ എന്തിനാണ് ഇത്തരം ക്യാമ്പുകളിൽ പരിശീലിപ്പിക്കുന്നത്? പോലീസിൽ നിന്ന് കിട്ടിയ രഹസ്യമായിട്ട് കിട്ടിയ സേനാംഗങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളും ശാരീരിക ക്ഷമതയും അവരുടെ മാനസിക ഊർജത്തിന് കരുത്തു പകരുന്നതുമായിട്ടുള്ള
കാര്യങ്ങൾ എന്തിനാണ് അവിടെ നിന്ന് വിരമിച്ചവർ മാത്രം ഇത്തരം ക്യാമ്പുകൾക്ക് നേതൃത്വം കൊടുത്ത് ഇത്തരം വിഭാഗങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്? ഇതും ഒരു ചോദ്യചിഹ്നമാണ്, ആശങ്കയാണ് ഉണർത്തുന്നത്. എന്താണെങ്കിലും സംശയത്തിന് അതീതമാകട്ടെ ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ. അത് സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമാകട്ടെ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.